മേഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഈ മാഡോ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കിയ അത്ര നല്ലതായിരുന്നു. നീ എന്നെ അമ്മാന്ന് തന്നെ അങ്ങ് വിളിച്ചോ. നിനക്ക് എന്റെ മോന്റെ പ്രായം പോലും ഇല്ലല്ലോ. അമ്മാന്ന് തന്നെ അങ്ങ് വിളിച്ചാ മതി. അല്ല, നിനക്ക് എന്താ പറയാനുള്ളത്? അത് ഞാൻ കള്ളം പറയണത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തു തന്നെ ആയാലും അങ്ങ് തുറന്നു പറഞ്ഞോളൂ. അവരെന്നെ എവിടെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ തിരക്കി മിക്കവാറും ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. എനിക്കത് ഓർത്തിട്ട് പേടിയാവുന്നു. നിന്റെ ചെറിയമ്മ അത്ര നിസ്സാരക്കാരിയല്ലല്ലോ. എന്തായാലും വരാൻ പോകുന്ന കാര്യം ആലോചിച്ച് ഇപ്പോഴേ തല പുകയ്ക്കണ്ട. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നിത്യ, ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാവോ? എനിക്ക് അങ്ങോട്ടേക്ക് വേഗത്തിൽ നടക്കാൻ വയ്യ. കണ്ണൻ, പേര് കണ്ടിട്ട് അമ്മയുടെ മോനാൻ തോന്നണല്ലോ. ഹലോ. കുട്ടിയെ നോക്കാൻ വന്നവർ കുട്ടിയെ നോക്കിയാൽ മതി, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാൻ നിൽക്കണ്ട. ദൈവമേ, എന്തൊരു മുരട്ട് സ്വഭാവമാണ്. പക്ഷേ ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. എൻ്റെ തോന്നലാണോ? അല്ല, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ സൗണ്ട്. എന്നാലും ആരായിരിക്കും? എന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നത്? ആരാ വിളിച്ചത്? അമ്മേ, അത് സാറാൻ തോന്നണു. കണ്ണനാ. ഓ, കണ്ണനായിരുന്നോ? മോളോട് അവൻ എന്തെങ്കിലും പറഞ്ഞോ? കുട്ടിയെ നോക്കാൻ വന്നയാള് കുട്ടിയെ മാത്രം നോക്കിയാൽ മതിയെന്ന്. നിനക്ക് വിഷമമായോ? നീ അതൊന്നും ഓർത്ത് കാര്യമാക്കണ്ട. ഈ എടുത്ത് ചാടി കിടക്കുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ, മനസ്സിലൊന്നും വെക്കത്തില്ല. പിന്നെന്താ? നിത്യ, ഇന്ന് കല്ലുമോളെ എൻ്റെ റൂമിൽ കിടത്തിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അവൻ എന്നോട് ദേഷ്യപ്പെടും. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ മോനൊരു പാവമാ. അവന്റെ ഓരോ സാഹചര്യങ്ങൾ അവൻ ഇങ്ങനെ ആക്കിയത്, അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ. കല്ലൂസേ, ഇന്ന് അച്ഛമ്മയുടെ കൂടെ കിടക്കണേ. ഇല്ലെങ്കിൽ കല്ലൂസിന്റെ അച്ഛൻ വരുമ്പോ ആന്റിയെ വഴക്കു പറയും. കല്ലുമോള് ഒരാളോട് ഇത്രയും ഇണങ്ങി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിത്യമോളെ അവൾക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത് കിടക്കാനൊന്നും അവൾ വരില്ല. മോൾക്ക് തന്നെ ബോധിച്ചിട്ടുണ്ടെങ്കിലും മോളുടെ അച്ഛൻ എന്നെ ബോധിച്ചിട്ടില്ലല്ലോ, മോരടൻ. കല്ലുമോളുടെ അച്ഛൻ വന്നല്ലോ. ദൈവമേ, കല്ലുമോളുടെ അച്ഛനോ? ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ മുരടനെ. ഇനി നേരിട്ട് കാണുമ്പം എന്താണോ എന്തോ എന്നോട് പറയുന്നത്. നിത്യ, ദേ ഈ ചായ സാറിന് കൊണ്ടുപോയെന്ന് കൊടുത്തേ. ഞാനോ? അതൊന്നും വേണ്ട. ഭാനു, ആ ചായ ഇങ്ങതാ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അല്ലെങ്കിലും ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാനിവിടെ കുട്ടിയെ നോക്കാൻ വന്നതല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛയുടെ കല്ലൂസ് പറ. ഈ സൗണ്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. വേണ്ട കല്ലൂസേ, ആന്റി പിന്നെ കണ്ടോളാം. ദൈവമേ, മാധവ് സാറ്. ഹായ് നിത്യ. ഹായ് സാർ. കണ്ണ, ഇതാ നമ്മുടെ കല്ലുമോളുടെ നിത്യാന്റി. ഇപ്പോൾ നിത്യയാണ് ഇവൾക്കെല്ലാം. ആ, എനിക്കറിയാം നിത്യയെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം? നിത്യ നമ്മുടെ ഓഫീസിലായിരുന്നു ജോലിക്ക് വന്നിരുന്നത്. സാഹചര്യം മൂലം നിത്യക്ക് ജോലിയിൽ നിന്ന് പോരേണ്ടി വന്നു. ഓ, അപ്പം നിത്യ പറഞ്ഞ കഥയിലെ ആ മുരടനായ ഓഫീസും സാറും നീയായിരുന്നല്ലേ? മുരടനായ ഓഫീസറോ? അങ്ങനാണ് ഇവളെന്നെ പരിചയപ്പെടുത്തിയത്. കൊള്ളാലോ.
ഇയാൾക്ക് എത്ര മുഖമുണ്ട്? പല സമയത്തും പല സ്ഥലത്തും വേറെ വേറെ പെരുമാറ്റമാണല്ലോ. അപ്പോ ചിരിക്കാനൊക്കെ അറിയാം. കല്ലുമോള് വാ, നമുക്ക് റൂമിലോട്ട് പോവാം. കല്ലുമോള് അവനോട് നിന്നെക്കുറിച്ചായിരുന്നു വാതൊരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ വേദനിപ്പിക്കില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോവും. എന്നാലും ഇത്രയും പാവം പിടിച്ച ഒരു അമ്മയ്ക്ക് എങ്ങനെ ഒരു മുരടനായ മകനുണ്ടായി? എന്തായാലും രക്ഷപ്പെട്ടു. മാധവ് സാറിന്റെ വീട്ടിലാണെന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് ചേച്ചീനെ വിളിച്ചു പറയണം. ചേച്ചിക്ക് അതൊരു സമാധാനമാകും. നിത്യാന്റി, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? പിന്നെന്താ കല്ലൂസേ, ഒരിടത്തൊരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ നമുക്കിപ്പം മാളു എന്ന് വിളിക്കാം. മാളുവിന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു വരുമായിരുന്നു. പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചത്. എന്താ നിത്യാന്റി അത്? മാളുവിന്റെ അമ്മ മരിച്ചുപോയി. അയ്യോ, കഷ്ടായിപ്പോയി. എന്നിട്ട് മാളുവിന്റെ അച്ഛൻ മാളുവിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം എല്ലാവരും നിർബന്ധിച്ചപ്പം മാളുവിന്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. കേറി വന്ന അമ്മ മാളുവിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പാവം മാളു. അല്ല നിത്യാന്റി, എന്നിട്ടെന്താ കല്ലൂസേ, അവർക്കും 2 കുട്ടികളുണ്ടായി. ഉപദ്രവം കൂടിക്കൂടി വന്നു. ഇതെല്ലാം കണ്ട് മാളുവിന്റെ അച്ഛന് ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഒരു ദിവസം ആരോടും പറയാതെ മാളുവിന്റെ അച്ഛനും അങ്ങ് പോയി. ഒരു ദിവസം സഹോദരന്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പം മാളു വീട് വിട്ടിറങ്ങി. അപ്പൊ കല്ലുമോൾ അച്ഛയോട് വേറെ കല്യാണം കഴിക്കണ്ടെന്ന് പറയാലേ? എന്റെ അമ്മേനെ വേഗം കൊണ്ടുവരാൻ പറയാം. ഇല്ലേ കല്ലുമോളെ ഉപദ്രവിച്ചാലോ? അങ്ങനെയല്ല കല്ലൂസേ, എല്ലാ അമ്മമാരും ഒരുപോലെയല്ല. ഞാൻ അച്ഛയോട് ഈ കഥ പറഞ്ഞിട്ട് വരാമേ നിത്യാന്റി? പാവം മാളു, ബാല്യകാലം എത്ര സുന്ദരമാണ്. ഒന്നും അറിയണ്ട. അവളെ സ്നേഹിക്കുന്ന നല്ലൊരമ്മയെ തന്നെ കിട്ടണേ ദൈവമേ.